ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ ഈ 2024 ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. 14th ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സം ഓഫ് കോയിഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു n ഈസ്. ശരിക്കും ഇത് ബൈനോമിയൽ തിയറം ആണ് അല്ലെ, ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യണം. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? സം ഓഫ് ദ കോയിഫിഷ്യൻസ്. ഇത് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിഫിഷ്യൻസിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 1 മാർക്ക് MCQ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ എക്സ് ഉണ്ടല്ലോ, ഇപ്പൊ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു n ആണല്ലോ. അപ്പൊ ഈ എക്സ് ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ 1 മൈനസ് 1 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്ത്? 0 റേസ് ടു n ആണ്. 0 റേസ് ടു n എന്തായിരിക്കും? 0 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ 1 പ്ലസ് എക്സ് ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? അങ്ങനെ തന്നെ ചെയ്ത് എക്സ് 1 കൊടുക്കുക. നമ്മൾ എക്സ്പാൻഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: യൂസിങ് ബൈനോമിയൽ തിയറം ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ബൈനോമിയൽ തിയറം തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഇതിൽ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് വരും, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? a പ്ലസ് ബി ഹോൾ റേസ് ടു 4 പ്ലസ് a മൈനസ് ബി ഹോൾ റേസ് ടു 4 ഇതിന്റെ എക്സ്പാൻഷൻ എഴുതിയിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത് നോക്കുക. അതിൽ എ എന്നുള്ളതിൽ നമ്മൾ എന്ത് കൊടുക്കും? എന്റെ ഇൻസ്റ്റെഡ് ഓഫ് എ √3 കൊടുക്കും. അതേപോലെ തന്നെ ബിന്റെ പകരം എന്ത് കൊടുക്കും? √2 കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ NC0 അല്ലെ, അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. എ റേസ് ടു 4 പ്ലസ് NC1 എ റേസ് ടു 3 b plus NC2 a raised to 2 b square plus NC3 a b cube plus NC4 b raised to 4 അല്ലേ? അവിടെ എന്ത് വരില്ല? എ വരില്ല അല്ലേ? എ പോയി. ഇനി ഇവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ഈ എക്സ്പാൻഷൻ കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? NC1 ഒക്കെ വാല്യൂ കൊടുത്താൽ a റേസ് ടു 4 പ്ലസ് NC1. ഈ NC1 n എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ അവിടെ 4C1 a ക്യൂബ് b പ്ലസ് 4C2 a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4C3 a b ക്യൂബ് പ്ലസ് 4C4 b റേസ് ടു 4 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് വാല്യൂ കൊടുക്കുക. a റേസ് ടു 4 a റേസ് ടു 4 തന്നെ. 4C1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും എക്സാമിന് ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. അപ്പോൾ 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. a ക്യൂബ് b പ്ലസ് 4C2 എന്ന് പറഞ്ഞാൽ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 ആണ് കിട്ടുക. 6 a സ്ക്വയർ b സ്ക്വയർ പ്ലസ് ഇവിടെ പ്ലസ് ആണ്. ഇനി 4C3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4a b ക്യൂബ് പ്ലസ് 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്. b റേസ് ടു 4 ഇങ്ങനെ കിട്ടും. അപ്പോൾ a പ്ലസ് ബി ഹോൾ റേസ് ടു 4 ആണ് കിട്ടുന്ന വാല്യൂ ഇങ്ങനെ. ഇനി ഇതേപോലെ തന്നെ a മൈനസ് ബി ഹോൾ റേസ് ടു 4 നമ്മൾ ഫൈൻഡ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് രണ്ടും വേണം. അപ്പൊ ഇനി അതിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ a പ്ലസ് ബി ഹോൾ റേസ് ടു 4 കിട്ടിയ അതേ എക്സ്പാൻഷൻ തന്നെയാണ് a മൈനസ് ബി ഹോൾ റേസ് ടു 4 കിട്ടുക. ബട്ട് ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ്? ഒരു പോസിറ്റീവ് ഓൾട്ടർനേറ്റ് സൈൻ ആണ് വരിക. ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ്, അത് കഴിഞ്ഞാൽ വീണ്ടും പോസിറ്റീവ്, പിന്നെ വീണ്ടും നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 4a b ക്യൂബ് വീണ്ടും എന്താണ്? പോസിറ്റീവ്. ഇങ്ങനെ കിട്ടും. ഇനി അത് ഇവിടെ കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ബാക്കി കിട്ടുന്ന ടോട്ടൽ ടേംസിൽ കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമായി. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് അല്ലേ? a പ്ലസ് ബി ഹോൾ റേസ് ടു 4ഉം a മൈനസ് ബി ഹോൾ റേസ് ടു 4 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം പോയി അല്ലെ? പ്ലസും മൈനസും. അതേപോലെ തന്നെ ഈ ടേമും പോയി. ഇനി ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? a റേസ് ടു 4 a റേസ് ടു 4
2 ടൈംസ് എ റേസ് ടു 4 ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 6 + 6 12 എ സ്ക്വയർ ബി സ്ക്വയർ ബാക്കിയുണ്ട്. ബി റേസ് ടു 4 + ബി റേസ് ടു 4 2 ബി റേസ് ടു 4 ഉണ്ട് അല്ലേ. ഇനി ഇതില് എന്റെ വാല്യൂ √3 കൊടുക്കുക, ബിന്റെ വാല്യൂ എന്താണ് √2 കൊടുക്കുക. സോ 2 ഇൻറ്റു √3 ഹോൾ റേസ് ടു 4 പ്ലസ് 12 ഇൻറ്റു √3 ഹോൾ സ്ക്വയർ, ഇവിടെ √2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് √2 ഹോൾ റേസ് ടു 4. ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. 2 ഇൻറ്റു √3 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? √3 ഇൻറ്റു √3 √9 അപ്പോൾ 3. അപ്പോൾ 3 ഇൻറ്റു 3 9 പ്ലസ് 12 ഇൻറ്റു √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെറും 2 പ്ലസ് 2 ഇൻറ്റു √2 4 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ. 2 ഇൻറ്റു 2 4. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ 2 ഇൻറ്റു 18 പ്ലസ് എത്ര കിട്ടും? 6 72 പ്ലസ് 8. അപ്പോൾ ടോട്ടൽ 18 പ്ലസ് 80 98 എന്ന് കിട്ടും ലാസ്റ്റ്. എന്ന് വെച്ചാൽ ഇതിനെ ആഡ് ചെയ്ത് കിട്ടണ നമ്പർ എന്താണ്? 98 ആണ്. 98 ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓരോ സൈൻ നമ്മൾ നോക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ഏതെങ്കിലും ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ ബാക്കി ആ പ്രോബ്ലം തെറ്റും. അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.